അത് ഒരാൾ മാത്രമല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഒന്നിലധികം ആൾക്കാരുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ കാര്യം തെറ്റാണെന്ന് തന്നെ ഇരിക്കട്ടെ, പുള്ളി പറഞ്ഞ വാദം തെറ്റാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഒന്നിലധികം പേര് വളരെ അഗ്രസീവായിട്ട് പുള്ളിയോട് സംസാരിക്കുന്നുണ്ട്. മെയിനായിട്ട് നിന്നാണ് ഹൗ ടു അഗ്രസ്. സാർ, ഇതിനകത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ്, ഒരു സേഫ്റ്റി എന്ന നിലയിലാണ് ഈ ഹാരിഫ് ഹുസൈൻ തെളിവ് കാണിക്കാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെ ആയിരിക്കും? ഒരാള് തെളിവുണ്ടെങ്കിലല്ലേ അത് കാണിക്കൂ? അല്ല, അതിനകത്തൊരു രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പുള്ളിക്ക് വധഭീഷണി എന്ന് പറയുന്നത് ഈ പുള്ളി തന്നെ ഉണ്ടാക്കുന്ന ഒരു ഭീഷണിയായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഒരു വർഷം കൊല്ലപ്പെടുന്ന ഗുണ്ടകളുടെ എണ്ണം, പരസ്പരം കൊല്ലപ്പെടുന്ന ഗുണ്ടകളുടെ എണ്ണം, പിന്നെ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 10 വർഷത്തിനടുത്ത ഇടയിൽ നടത്തിയ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഒക്കെ എടുത്തു നോക്കിയാൽ പിന്നെ മതവിമർശനം നടത്തിയതിൻ്റെ പേരിൽ ഇവരെ ആരെയും കൊന്നിട്ടില്ല. ആകെ കൊന്നത് ഇവിടെ ഫസൽ എന്ന് പറയുന്ന ഒരാൾ, എനിക്ക് തോന്നുന്ന പേര് ഞാൻ മറന്നുപോയി, മലബാറിലെ പരപ്പനങ്ങാടിയിലോ തിരൂരോ എങ്ങാണ്ട് ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ഒരാളിനെ കൊന്നു. അവരെ ബന്ധുക്കളോ ആരാണ്ടെല്ലാം കൂടെ ചേർന്നൊരു ഗ്യാങ് ചേർന്നുകൊണ്ടെന്നുള്ള കൊന്നു എന്നുള്ളതല്ലാതെ ഇപ്പം ഈ ചരിത്രത്തിൽ ആകെ പറയുന്നത്, കേരളത്തിൽ പറയുന്ന ചേകന്നൂർ മൗലവി എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടതാണ് പറയപ്പെടുന്നത്. അല്ലാതെ വേറൊരാളിനെ അങ്ങനെ ഈ സമീപ ഭൂതകാലത്തൊന്നും ആരെങ്കിലും കൊന്നിട്ടില്ല. ജബ്ബാർ മാഷ് ജീവിച്ചിരിക്കുന്നത് ഒരുപാട് മുസ്ലിങ്ങളുള്ള സ്ഥലത്തിൻ്റെ നടുവിലാണ്. നാസർ മാവൂരാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളി നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെ പറയുന്ന ആളാണ്. അയാൾ എനിക്ക് തോന്നുന്നു പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ മിഠായി തെരുവിലെങ്ങാണ്ട് കച്ചവടം നടത്തുകയാണ്. മനസ്സിലായി പറഞ്ഞ ലിയാക്കത്ത്, അങ്ങനെ ഒരുപാട് പേര് പലതരത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഭീഷണി എന്ന് പറയുന്നത് പുള്ളി തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ നമ്മൾ മതവിമർശനം നടത്തുക അല്ലെങ്കിൽ എന്ത് വിമർശനം നടത്തുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിരിപ്പ് മോശമാണെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ കൈവച്ചു എന്നിരിക്കും. അത് വധശപ്പത ചെകുത്താനെ എടുത്തിട്ട് അടിച്ചില്ലേ യൂട്യൂബർ ചെകുത്താനെ മോഹൻലാലിൻ്റെ ഫാൻസ് എല്ലാവരും കൂടാന്ന് പറയുന്നത് എടുത്തിട്ടടിച്ചത്. അതുപോലെ ഗുണ്ടകൾ കൊല്ലാറുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ആരെങ്കിലും ചിലപ്പോൾ ഈ അനാവശ്യമായി പറയുന്നതിനെ എന്തെങ്കിലും തരത്തിൽ ചിലപ്പം കൈവച്ചു എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില സംഗതികൾ ഉണ്ടായെന്ന് വരുന്നതിനപ്പുറത്ത് കേരളത്തെ പോലൊരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഇത്തരമൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വലിയ വധഭീഷണി അല്ലെങ്കിൽ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വിമർശനം നടത്തുമ്പോഴും എനിക്കിപ്പോൾ ഗോപികയുടെ അഭിപ്രായത്തോട് വിയോജിക്കാനുള്ള സംഗതിയുണ്ട്, എന്നോട് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം ഗോപികയ്ക്കുണ്ട്. പക്ഷേ അത് വ്യക്തിപരമായി ഒരു വികാരം പിന്നെ മുറിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വൈകാരികമായുള്ള അധിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ആ അധിക്ഷേപങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈവിട്ട് അങ്ങോട്ട് പോയിട്ട് കൈവപ്പിലേക്ക് എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിന്ന് നാട്ടിൻപുറത്ത് അതിരുവഴക്കിനുണ്ട്. ഒരു ബന്ധവുമില്ലാതെ റോഡിൽ കൂടെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നവർ തമ്മിൽ വാഹനം ഉരസിയെന്നും പറഞ്ഞ് കൂട്ടയടി കാണുന്നു. കല്യാണ വീടുകളിൽ ഐസ്ക്രീമിനും പപ്പടത്തിനും പായസത്തിനും അടി നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു പൊതു സംഗതികൾക്കപ്പുറത്ത് ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് അയാളിലേക്ക് കേന്ദ്രീകരിച്ച് ആരെങ്കിലും വധിക്കാനും അല്ലെങ്കിൽ അയാളെ കൊല്ലാനും അല്ലെങ്കിൽ അയാളെ ഉന്മൂലനം ചെയ്യാനും നടക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല. എന്ന് മാത്രമല്ല, ഒരു കറുത്ത പ്രതലം പിടിക്കുമ്പോഴാണ് വെളുത്ത ചോക്ക് കൊണ്ട് എഴുതുന്നതിനൊരു ക്ലാരിറ്റി വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ പുള്ളി പറയുമ്പോൾ സ്വാഭാവികമായ ആളുകൾ ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെ തന്നെ ഇപ്പോൾ പുള്ളി കല്യാണം കഴിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴാണല്ലോ ഈ സ്വതന്ത്ര ചിന്തകർ പിന്നെ യോഗത്തിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യം പൊതുസമൂഹത്തിലേക്ക് ചർച്ചയ്ക്ക് വന്നത്. ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള ചർച്ച എല്ലാവരും അറിഞ്ഞത്. അല്ലെങ്കിൽ നമ്മളിതൊന്നും പരിശോധിക്കുന്നില്ലല്ലോ. കാരണം മനുഷ്യരായിട്ടുള്ള ആരും ഉമ്മയോ പെങ്ങളെയോ ആരെങ്കിലും കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കാത്തടത്തോളം കാലം അത് അതിനകത്തുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്നെപ്പോലും ഒരിടത്ത് വിളിച്ച് നിർത്തിയിട്ട് ഒരാളിങ്ങനെ ഖുർആനില്ലയോ എന്ന് ചോദിച്ചാൽ ഞാനൊന്ന് ചിലപ്പോൾ ഞെട്ടും, ഇനി അങ്ങനെ കാണോ ഉണ്ടോ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇയാൾ പോയി അവിടെ ഒരു വിവരക്കേട് പറഞ്ഞതുകൊണ്ട് നമുക്ക് ക്ലാരിറ്റിയോടെ പറയാം. എന്തേ അവിടെ നിന്നവരിപ്പോൾ ഇതിനകത്തൊരാൾ പറയുന്ന ഒരു അഗ്രസീവായി, ഒരു അഗ്രസീവ് ആയില്ല. അവർ ചോദിച്ചെന്താ, നീ തെളിവ് താ. അപ്പോൾ ഉടനെ ഇവൻ പറഞ്ഞ് നെറ്റ് കിട്ടുന്നില്ല, എന്നതാ എൻ്റെ ഫോൺ എന്നാ ഇതിനകത്തുനിന്ന് എടുത്തതാ. മനസ്സിലായി പറഞ്ഞ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ അഗ്രസീവ്നെസ് എവിടുന്ന് വരുന്നതാ? കൺവിക്ഷനിൽ നിന്ന് വരുന്നതാ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഗോപിക വളരെ പെട്ടെന്ന് എന്നോട് പറയുക, അയ്യേ സാറൊരു പെണ്ണാന്നോ എന്ന് ചോദിക്കുക. അപ്പം ഞാൻ അല്ല ഗോപിക, ഞാൻ ആണാ. അല്ലല്ല പെണ്ണാ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കുണ്ടാകുന്നൊരു ശോഭം വരുമല്ലോ ഒരു ഘട്ടം കഴിയുമ്പോൾ. നീ എന്ത് ഭ്രാന്തായി പറയുന്നതെന്ന് ചോദിക്കത്തില്ലേ എന്ന് പറയുന്നത് പോലെ എവൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടോ, നിങ്ങൾ കാണിക്കെന്ന് പറയുമ്പം അവൻ അഭ്യാസം കാണിച്ച് അയാളിങ്ങനെ വീണ്ടും അയാളത് നീട്ടിക്കൊണ്ട് പോകുമ്പോൾ അവർ പറയും രണ്ട് വീണ്ടാൻ പറയാം. അന്നേരം സാധാരണ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് എന്താ, അവർ മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ പുള്ളി വേറെ ഏതാണ്ട് ഇടപെടുന്നു. അപ്പോൾ അവർ പറയുന്നു, നീ ഞങ്ങളുടെ സമയമാണ്, നീ മിണ്ടാണ്ടിരിക്കെന്ന് പറയുന്നു. അപ്പം അവർ പ്രകടിപ്പിക്കുന്ന ടോണെന്ന് പറയുന്നത്
ഇറ്റ് ഈസ് ദ ടോൺ ഓഫ് കൺവിക്ഷൻ. ബോധ്യത്തിൻ്റെ, ട്രൂത്തിൻ്റെ, സത്യത്തിൻ്റെ കൺവിക്ഷനാണ് അവരാ കാണിക്കുന്നത്. അല്ലാതെ ഇതുപോലുള്ള ആരിഫിനെ പോലൊരു ദുർബലനായ ആളിൻ്റെ അടുത്ത് ഇപ്പോൾ പിന്നെ ഖുർആൻ വായിച്ചിട്ടില്ലാത്ത, അതിൻ്റെ അർത്ഥം പഠിച്ചിട്ടില്ലാത്ത, സാധാരണ ഈ ഖുർആനിൽ നിന്ന് ഇത് ആഴത്തിൽ പഠിച്ച ഒരാൾ വ്യതിചലിക്കുകയാണെങ്കിൽ ആ കൺഫ്രണ്ടേഷന് കുറച്ചുകൂടി ഒരു ബ്യൂട്ടിയുണ്ട്. ഖുർആൻ ആഴത്തിൽ മനസ്സിലാക്കി, ഏത് ഗ്രന്ഥമായാലും, ഖുർആനല്ല, രാമായണം മുഴുവൻ വായിച്ച ഒരാൾ വേറൊരാളുമായി തർക്കിക്കാൻ പോയാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആൻ എന്ന് പറഞ്ഞത് പുള്ളി ആ പേരും ഈ അറബ് അക്ഷരങ്ങളും എല്ലാം പുള്ളി എടുത്തത് തന്നെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ്, അല്ലാതെ മനസ്സിലാക്കാനോ പഠിക്കാനോ വേണ്ടിയല്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾ നിന്ന് കള്ളം പറയുമ്പോൾ ആ കള്ളത്തെ വസ്തുതാപരമായി ചോദ്യം ചെയ്യുന്നവരുടെ ഒരു അഗ്രസീവ്നെസ്സാണ് അവർ കാണിച്ചത്. അതെപ്പോഴും കാണിക്കാറുണ്ട്. നമ്മളിപ്പോൾ ചില ക്ലാസ്സിൽ ഇതിൻ്റെ ഉത്തരം പറയാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയെന്ന് പറയുമ്പോൾ ചില വടി പോലെ ഇരുന്നിട്ടും കൈപൊക്കത്തില്ലേ. എന്താ കാര്യം? ഐ നോ ദ ആൻസർ. അതിൻ്റെ ക്ലാരിറ്റിയാണ്. അറിഞ്ഞുകൂടാത്തവരിങ്ങനെ പമ്മി ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ ആരിഫ് അവിടെ കിടന്ന് പരിമിയത് ശാരീരിക ആക്രമണം പേടിച്ചല്ല. അത് ആരിഫിനറിയാം അങ്ങനെ ഒരു രാജ്യത്ത് ആരും ശാരീരികമായി ആക്രമിക്കത്തില്ല. ആരിഫ് അവിടെ കിടന്ന് പപ്പ അടിച്ച എന്തിനാന്ന് വെച്ചാൽ ഈ മുമ്പിൽ നിൽക്കുന്നവരുടെ ക്ലാരിറ്റിയും കൺവിക്ഷനും അവരുടെ ട്രൂത്ത്ഫുൾനെസ്, അവർക്കിത് പറയാനുള്ള കാര്യം. കാരണം അവരവനെ വിളിച്ചത് പറഞ്ഞില്ല, ഏതാണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെയാണ്, ഇയാൾ ഇന്ന സ്ഥലത്തുനിന്ന് വന്നതാണ്, ഇയാൾ പറയുന്നത് മുഴുവൻ കള്ളമാണ്, ഞങ്ങളുടെ ഖുർആനിലുണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ ഖുർആനിൽ അയാളോട് കാണിച്ചു തരാൻ പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് അയാൾ കാണിക്കാൻ വേണ്ടി സമയം എടുത്തിരിക്കുകയാണെന്നൊക്കെ പറയുമ്പം പുള്ളിയുടെ കയ്യിലൊന്നുമില്ല, പുള്ളിയുടെ കയ്യിൽ ഒരു സംഗതിയില്ല. പുള്ളി യഥാർത്ഥത്തിൽ എന്താ പറയുന്നത്, ഈ നമ്മൾ ചിലരില്ല ഈ ചിലർക്കൊരു ചില ദുശീലങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടി ചിലർ സൈക്കിളുമായിട്ട് ചിലയിടത്തൊക്കെ നിന്ന് കറങ്ങും. ചില ഹോസ്റ്റലിൻ്റെ അടുത്തും ചില വീടിൻ്റെ അടുത്തുമൊക്കെ ദുശീലങ്ങൾ അങ്ങനെ നിന്ന് കറങ്ങുന്നത് പോലെ പുള്ളി നിന്ന് കറങ്ങുന്നു എന്നുള്ളതല്ലാതെ പുള്ളിയുടെ കയ്യിൽ ഗ്യാസ് ഇല്ല. അതുകൊണ്ട് അതിൽ ഗോപിക മനസ്സിലാക്കേണ്ടത് അയാളെ ആരും വധശ്രമമൊന്നും നടത്താൻ UK ആരും പോയിട്ടില്ല, ഇതൊന്നും പോയിട്ടില്ല. ഇതൊക്കെ ഇതിനകത്തിരുന്ന് പറയുന്ന അനുജന്മാരൊക്കെ എന്താണെന്നറിയോ, ഈ മോഡേണിസം, യുക്തിവാദം എന്നൊക്കെ പറയുന്നത് ചില ചിന്തകളെന്ന് പറയുന്നത് ഈയാമ്പാറ്റകൾ വിളക്ക് കണ്ട് പറന്നു പോകത്തില്ലയോ, അതാണ് തങ്ങളുടെ പിന്നെന്താ പറയുന്നത് ലക്ഷ്യം, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു ശാന്തി തീരം അതാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് ചിറക് കരിഞ്ഞ് വെള്ളത്തിൽ പതിക്കുന്നത് പോലെ ഇവരിങ്ങനെ ഇതേതാണ്ട് മോഡേണാണ്, പോസ്റ്റ് മോഡേണാണ്, സയൻറ്റിഫിക്കാണ് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു വൈകാരികമായ ഈയാമ്പാറ്റകളാണെന്നുള്ളതേ ഉള്ളൂ ഇവർ.